2012-ലെയും 2017-ലെയും പാർലമെന്റിൽ കാർഷിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടും ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കെതിരെ സൂചനകൾ നൽകിയിരുന്നല്ലോ. അതെന്തുകൊണ്ടാണ് സർക്കാർ പിന്നെ പരിഗണിക്കാതെ പോകുന്നത്? പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിനകത്ത് വലിയൊരു ചർച്ചയ്ക്ക് വന്നത്. ഡോക്ടർ ബസുദേവ് ആചാര്യ ആയിരുന്നു അതിൻ്റെ അന്ന് ചെയർമാൻ. അദ്ദേഹം ഇതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും വെച്ചിട്ട് കൺസൾട്ടേഷൻ നടത്തി ഒരുപാട് ശാസ്ത്ര സമൂഹത്തിനെയും അല്ലാത്തവരെയും കർഷകരെയും കൺസ്യൂമർ ഇതിനകത്ത് വലിയൊരു നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ബിക്കോസ് ഇപ്പോൾ കീടനാശിനിയുടെ പ്രശ്നങ്ങൾ കാരണം തന്നെ ഇപ്പോൾ കുറേ വില കൂടിയിട്ടാണെങ്കിലും ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള വലിയൊരു സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ള തോന്നൽ മനുഷ്യരിൽ രോഗം കൂടുന്നത് കൊണ്ട് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര കൺസേൺ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരെ ചർച്ച ചെയ്തിട്ടാണ് റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എന്തുകൊണ്ട് സ്വീകരിക്കണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതിനകത്തുള്ളത് ഒന്നുള്ളത് ഇതിനകത്ത് ഒരു ഡയലോഗിനുള്ളൊരു സമയം അവർ കണ്ടെത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മാത്രമല്ല രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറി വേറെ പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ ശുഷ്കമായിട്ടേ നടക്കുന്നുള്ളൂ. അതുപോലെ പക്ഷേ ഈ ജനിതക എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ ഉയർത്തിക്കാട്ടി ഉയർന്ന തോതിലുള്ള ഉൽപാദനം, കീടനാശിനികളുടെ ഉപയോഗത്തിലെ കുറവ് എന്നുള്ള പരസ്യങ്ങൾ നൽകുന്ന ബയോടെക് കമ്പനികളുടെ സ്വാധീനം ഒരുപക്ഷെ ഈ റിസർച്ചിനെയും സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളെയും സ്വാധീനിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ പവർഫുൾ തന്നെയാണ്. ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കൺസേൺ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേര്. കാരണം ഇത് വളരെ സാങ്കേതികമായിട്ടൊരു വിഷയമാണ്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രശ്നം. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ അറിവില്ലാത്തവർ അത് പറയുമ്പോൾ അതൊരു വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായിട്ടാണ് അതിനെ വിധി എഴുതുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ളൊരു ചർച്ചയിലേക്ക് തന്നെ വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പോളിസി ചർച്ച വരുമ്പോഴും ഇതിൽ ആരാണ് ചർച്ച ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചാളുകൾ ഇരുന്ന് മാത്രം അപ്പോൾ പൊതുജനത്തിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടാവുക എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിയാനുള്ള ഒരു അവകാശം ഒരു വ്യക്തിക്ക് ഉണ്ടാവണം. അത് സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിനെ അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ പുതിയ സാധനങ്ങൾ മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ വാങ്ങുന്നു. നമ്മൾ പരീക്ഷണ വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുക വാസ്തവത്തിലും. അപ്പോൾ ആ മാർക്കറ്റ് വലുതാവുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കമ്പനികളുടെ താല്പര്യം ഇതിനകത്ത് എന്താണെന്നറിയോ? അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം വിത്ത് കമ്പനികൾക്ക് ഇപ്പം ഇന്ത്യയിൽ അത് അനുവദിച്ചിട്ടില്ല. പേറ്റൻറ്റ് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇത്തരം വിത്തുകൾക്ക് പേറ്റൻറ്റ് എടുക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് അവർ ആദ്യം ശ്രമിച്ചത്. അപ്പോൾ പേറ്റൻറ്റിംഗ് എന്നുള്ളൊരു ഇത് കൊണ്ടുവരാൻ അപ്പോൾ അതിനെതിരെ വലിയൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായി. അതായത് ജൈവ വൈവിധ്യത്തിന് പേറ്റൻറ്റ് എടുക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്നുള്ള. ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും എന്താണ് ലൈസൻസിങ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള മഹീക്കോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് BT കോട്ടൺ വിത്ത് ആദ്യകാലങ്ങളിൽ ഇറക്കിയത്. അപ്പോൾ മഹീക്കോ ആ BT എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ മോൺസാന്റോന്റെ അടുത്ത് നിന്നാണ് വാങ്ങിയത്. അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലൈസൻസ് അവർ കൊടുക്കണം, ലൈസൻസ് ഫീ അവർ കൊടുക്കണം. അപ്പോൾ മഹീക്കോ അതുകൂടെ ചേർത്താണ് വിത്തിന് വിലയിടുന്നത്. അപ്പൊ കോടിക്കണക്കിന് പൈസയാണ് നമ്മുടെ പാവപ്പെട്ട കർഷകരിൽ നിന്ന് ഈ വലിയ കമ്പനികൾ നേടുന്നത്. ഇതിന് ഭൗതിക സ്വത്തവകാശത്തിന്റെ പരിധിയിൽ ഭൗതിക സ്വത്തവകാശം ആയിട്ടില്ല, ഇന്ത്യയിലായിട്ടില്ല. പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞാൽ അതിഭീകരമായിരിക്കും പ്രശ്നം. തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടായത് BT കോട്ടന്റെ വില ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BT കോട്ടൺ വിത്തിന്റെ വില സാധാരണ വിത്തിന്റെ വിലയിനേക്കാൾ 5-6 ഇരട്ടിയാണ്. അപ്പൊ അത് കർഷകാത്മഹത്യകൾ പെരുകിയ ഒരു സമയത്ത് പല സംസ്ഥാന സർക്കാരുകളും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ആന്ധ്ര സർക്കാർ എന്നിട്ട് ഈ കമ്പനിയായിട്ട് വലിയൊരു വാഗ്വാദം വെച്ചാൽ കത്തെഴുതലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വില കുറയ്ക്കണം എന്നാവശ്യപ്പെട്ട്. അപ്പോൾ അത് ആ വില പ്രൈസ് നിശ്ചയിക്കാൻ ഒരു സ്റ്റേറ്റിന് കഴിയില്ല. കൃഷി ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റുമാണ്. പക്ഷേ സ്റ്റേറ്റിന് വിത്തിൻ്റെ പുറത്തുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വില നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കാതെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രത്യാഘാതങ്ങളുടെ പ്രശ്നം സംസ്ഥാന സർക്കാർ നേരിടുകയും വേണം. ഇപ്പോൾ ഇപ്പം ഈ BT കോട്ടൺ ഹരിയാനയിലും പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കര നഷ്ടത്തിലാണ് കർഷകർക്ക് ഉണ്ടാവുന്നത്. അത് പല കീടങ്ങളുടെ ആക്രമണം കൂടുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം കീടനാശിനിയുടെ ഉപയോഗം കൂടുന്നു, വില കൂടുന്നു. അപ്പോൾ കർഷകരിപ്പോൾ കൃഷിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഹരിയാനയിലൊക്കെ രാജസ്ഥാനിൽ പകുതിയിലധികം ഏരിയയിൽ കൃഷി കുറഞ്ഞിട്ടുണ്ട്. അവർ വേറെ വിളകളിലേക്ക് മാറിയിട്ടുണ്ട്, കോട്ടൺ. അതുപോലെ പഞ്ചാബിലും. അപ്പോൾ സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് 1200 കോടി രൂപയോ മറ്റോ കർഷകർക്ക് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ടി വന്നു. അത് സ്റ്റേറ്റിനുണ്ടാക്കുന്ന നഷ്ടം ഭയങ്കരമാണ്. പക്ഷെ അതിൻ്റെ ലാഭം കൊണ്ടുപോയത് ഈ കമ്പനികളാണ്, വിത്ത് കമ്പനികളാണ്.
അതേപോലെ GM മസ്റ്റാർഡിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചൊരു കാര്യം, ഇന്ത്യയിൽ ഇതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ റിസർച്ചിനെ സംബന്ധിച്ച് പോലും നിലവിലില്ല. നമുക്കറിയാം GM മസ്റ്റാർഡിന്റെ തുറന്ന വയലിലെ പരീക്ഷണങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഞാൻ വായിച്ചത് ഈ പരീക്ഷണങ്ങൾ തന്നെ ഒരുപാട് പ്രത്യാഘാതങ്ങൾക്ക് സാധ്യത ഒരുക്കുന്ന ഒരു സംഭവമായിട്ടാണ്. കൃത്യമായ റെഗുലേഷൻ ഇല്ല. ഒരുപക്ഷെ ആ പരീക്ഷിക്കപ്പെടുന്ന വിത്തുകൾ കർഷകന്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ നമുക്ക് ഒരു രീതിയിലും നേരത്തെ പറഞ്ഞതുപോലെ നിയന്ത്രിക്കാൻ കഴിയാത്ത, അപ്പൊ ഈ പരീക്ഷണങ്ങളും വലിയൊരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും പ്രശ്നമാണ്. ഞങ്ങളത് ഈ കൊയാലിഷന്റെ ഭാഗമായിട്ടും നമ്മൾ ഈ BT വഴുതനങ്ങയുടെ സമയത്ത് നമ്മുടെ പല നെറ്റ്വർക്കിലുള്ള പല ആളുകളും നമ്മളത് അന്വേഷിക്കാനായിട്ട്, ഇപ്പോൾ പല സ്ഥലത്തും ഇത് പരീക്ഷണം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ, അപ്പോൾ നിയമപരമായി പരീക്ഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ പോലും നമ്മൾ കണ്ടത് കർഷകരോട് ഇവർ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടില്ല. ഈ വിത്തിന്റെ പ്രത്യേകത എന്താണ്, ഇത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യണം. ഒരു ബഫർ സോണൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള ഇതിൽ നിന്നും പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ബംഗാളിലാണ് ചെയ്യുന്നത്. അവിടെ ബാക്കിയുള്ള വഴുതനങ്ങയുടെ അടുത്ത് തന്നെ ഒരു കർഷകൻ ഇത് ചെയ്യാണ്. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് വിത്ത് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഏതൊരു കമ്പനിയുടെ ഒരാൾ വന്ന് പേര് പറഞ്ഞു, കൊണ്ടു കൊടുത്തു, ചെയ്യുന്നു. അത് കഴിഞ്ഞ് അയാൾ അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഹാർവെസ്റ്റ് കഴിഞ്ഞ സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത്. അത് നോക്കുമ്പോൾ അവരും അത് കഴിക്കുന്നുണ്ട്, അവർ മാർക്കറ്റിൽ കൊണ്ടുപോയത് വിറ്റിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിന് ആ പരീക്ഷണം തന്നെ ഒരു ഒട്ടും ശാസ്ത്രീയ രീതിയിലല്ല. എത്തിക്കാണും, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനാണ് അപ്പോൾ ഇതിനുള്ള സാധ്യത പരീക്ഷണ വയലിൽ തന്നെ ഉണ്ട്. അതാണ് ഏറ്റവും അപകടമുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് മാതിരി ഇതൊരു വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇപ്പോൾ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനകത്ത് ഒരു ഓപ്പൺ ഫീൽഡ് ട്രയൽ നടക്കുമ്പോൾ അവിടെയുള്ള കർഷകരെ അവിടെ പോയി കണ്ടപ്പോൾ അവിടെ ഒരു എന്താ പറയുക സെക്യൂരിറ്റി പോലും ഇല്ല. നമുക്ക് വേണമെങ്കിൽ പോയി അവിടെ നിന്ന് വിത്ത് പറിച്ചുകൊണ്ട് വരാം. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ പരീക്ഷണം പോലും കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്ത് ഒരു എന്താ പറയുക, ഈ പറയുന്ന ബയോസെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. അപ്പം അത് നമ്മുടെ രാജ്യത്തിനോട് ചെയ്യുന്ന വലിയൊരു അനീതിയായിട്ടാണ് നമ്മൾ മരുന്ന് പരീക്ഷണങ്ങൾ സാധാരണ മനുഷ്യരുടെ കുട്ടികളിലേക്കും ആശുപത്രികളിലും അവർ പോലും അറിയാതെ പ്രയോഗിക്കും നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതേ അവസ്ഥ തന്നെയാണ്, ഏകദേശം അതുപോലെ തന്നെയാണത് ചെയ്യുന്ന കർഷകർക്ക്. അത് ആ ഗൗരവത്തിലൂടെ അവർക്കറിയില്ലല്ലോ. കാരണം അതാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത്, കൊണ്ടുകൊടുക്കുന്ന ആള് കൃത്യമായിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇല്ല. അവരപ്പോൾ സാധാരണ ഒരു വിത്ത് ചെയ്യണ പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം നമ്മുടെ രാജ്യത്തെ ജനറ്റിക്കൽ അപ്രൈസൽ കമ്മിറ്റി അത് സ്വതന്ത്രമായും നീതിയുക്തമായും അല്ല പ്രവർത്തിക്കുന്നതല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം ഇത് ആദ്യകാലങ്ങളിൽ ഈ BT ബ്രിഞ്ചോൾ ക്യാമ്പയിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇതിൻ്റെ ഡേറ്റ GAC-യിലാണ് വരിക, ജനറ്റിക് എഞ്ചിനീയറിംഗ്, അന്ന് അപ്രൂവൽ കമ്മിറ്റി എന്നാണ് പേര്. അപ്പോൾ അതിനകത്തുള്ള ആളുകൾ ഇതിന്ന് പരിശോധിച്ചിട്ട് അവരാണ് അവസാനം ഇത് പെർമിഷൻ കൊടുക്കുന്നത്, പല പ്രത്യേകിച്ച് ഫീൽഡ് ട്രയലിനുള്ള. പക്ഷേ അന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ആ ഡേറ്റ അവർ പുറത്തു വിടുന്നില്ല. അപ്പം നമുക്ക് ജനങ്ങൾക്കത് നോക്കാൻ പറ്റില്ല. അവസാനം കേസ് കൊടുത്തു, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് ഈ ഡേറ്റ അവസാനം വെബ്സൈറ്റിൽ ഇടണം എന്ന് പറഞ്ഞു. ആ വെബ്സൈറ്റിലിട്ട ഡേറ്റ നമ്മൾ ശാസ്ത്രജ്ഞരെ കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നത്. മനസ്സിലായി? അപ്പോൾ ഡേറ്റ സുതാര്യതയില്ല, നമുക്ക് ആവശ്യത്തിന് ഡേറ്റ കിട്ടുന്നില്ല, പിന്നെ ആവശ്യത്തിന് പഠനങ്ങളും നടക്കുന്നില്ല. ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ കാണേണ്ടതാണ്. ഇപ്പം 2024 ജൂലൈയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തോട് ഒരു നയരൂപീകരണം നടത്താൻ വേണ്ടിയിട്ടും ഇന്ത്യയിൽ ഒരു പൊതു കൺസൾട്ടേഷൻ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ കൺസൾട്ടേഷൻ പ്രോസസ്സ് ഇപ്പോൾ ശരിയായി നടക്കുന്നുണ്ടോ? ആ കൺസൾട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥമായി സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം അല്ലെങ്കിൽ ഒരു പോളിസി രൂപീകരിക്കുന്നു പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഒരു കാരണം 4 മാസമായിട്ട് ഇതുവരെയും കൺസൾട്ടേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ, അവരെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. മറ്റൊന്നുള്ളത്, ഈ കൺസൾട്ടേഷൻ നടത്തുമ്പോഴും ഇപ്പോൾ GM പോളിസി എന്നുള്ളതാണ് സുപ്രീം കോടതി, ഒരു പോളിസി വേണം ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് തോന്നുന്നത്, ഇതിൽ വർക്ക് ചെയ്യുന്ന ഇത്രയും കാലമായിട്ട് ജൈവ വൈവിധ്യമായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തോന്നുന്നത് നമുക്ക് വേണ്ടത് ഒരു ബയോ സേഫ്റ്റി അല്ലെങ്കിൽ ബയോ സെക്യൂരിറ്റി പോളിസിയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. കാരണം നമ്മളിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇത് 90കളിൽ ചർച്ച നടന്നതാണ്. നാഷണൽ ഈ ബയോഡൈവേഴ്സിറ്റി ആക്ടിൻ്റെ അത് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു അനുബന്ധമായിട്ട് ഒരു ചർച്ച നടന്നു ഈ വിഷയത്തിൽ തന്നെ. അത് ശാസ്ത്ര സമൂഹമാണല്ലോ ചർച്ച ചെയ്യുന്നത്. 96 മുതൽ 99 വരെ ആ ചർച്ച നടന്നതിൻ്റെ പുറത്താണ് കാർട്ടഹീന പ്രോട്ടോകോൾ എന്നുള്ളൊരു ഫോർ ബയോ സേഫ്റ്റി ഉണ്ടായത്.
അപ്പോൾ അതിനകത്ത് ഈ ബയോടെക് പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച. അതാണ് അതിന് വേണ്ടിയിട്ടുള്ള, അതിനെ നിയന്ത്രിക്കാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ജൈവ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ഡോക്യുമെൻ്റ്. അതിനർത്ഥം എന്താണ്? ഇത് ജൈവ സുരക്ഷയ്ക്ക് ഒരു ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക രീതി തന്നെയാണെന്നുള്ളതാണ്. ശാസ്ത്രത്തിനല്ല കുഴപ്പം, പക്ഷേ അതിൻ്റെ പ്രോഡക്റ്റ് ഉൽപ്പന്നത്തിന് ജൈവ സുരക്ഷയെ ബാധിക്കാൻ കെൽപ്പുള്ളതായിരിക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ഈ പ്രോട്ടോകോൾ. അപ്പോൾ ജൈവ സുരക്ഷ എന്നുള്ള വാക്ക് തന്നെയാണ് അവരകത്ത് കട്ടാർജിന പ്രോട്ടോകോൾ ഫോർ ബയോസേഫ്റ്റി തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യക്കും വേണ്ടത് അത്തരത്തിലുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചിലത്, ഇപ്പോൾ നേരത്തെ ഡോക്ടർ സ്വാമിനാഥൻ പറഞ്ഞതുപോലെ ചിലതിനകത്ത് നമ്മൾ ഗവേഷണം പോലും ചെയ്യാൻ പാടില്ല. പിന്നെ ഉൽപ്പന്നങ്ങൾ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നെ വേറൊന്ന് നീഡ് അസസ്മെൻറ്റ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ നമ്മളൊരു ഗവേഷണം ചെയ്യാൻ ഒരാൾ വരുന്നു, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ്റെ താല്പര്യം, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അതിന് വെറുതെ എന്തിനാണ് പൈസ ചിലവാക്കുന്നത്? അങ്ങനെ റിസർച്ചിന് പൈസ ചിലവാക്കുന്നത് പോലും അനാവശ്യമായിട്ടൊരു കാര്യമായിരിക്കും. പക്ഷേ ഈ ഒരു സ്വകാര്യ ഓർഗനൈസ് സ്ഥാപനങ്ങൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ നീഡ് അസസ്മെന്റിന്റെ ബേസിൽ ആയിരിക്കില്ല, മാർക്കറ്റ് താല്പര്യങ്ങളായിരിക്കില്ല. തീർച്ചയായിട്ടും സർക്കാർ അതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല. അപ്പം ഈ റിസർച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയല്ലേ? നീഡ് അസസ്മെന്റ് ഇല്ല. പിന്നെ ഈ ബയോസേഫ്റ്റി പ്രോട്ടോകോൾ പറയുന്നത് പ്രിക്കോഷണറി ഒരു അപ്രോച്ചാണ്. അതാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതിനകത്ത് പ്രിക്കോഷണറി അപ്രോച്ചിൻ്റെ പുറത്തായിരിക്കണം നമ്മൾ ബയോസേഫ്റ്റി പ്രോട്ടോകോൾ പോലും ഉണ്ടാക്കേണ്ടത്. കാരണം ഒരു മുൻകരുതൽ നയം നമുക്ക് വേണം. അപ്പോൾ അത് ആരോഗ്യവുമായിട്ടും നമ്മുടെ പൊതു താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ഉൽപ്പന്നം നമ്മൾ ശരിയാണ്, അതിൻ്റെ ശാസ്ത്രത്തിന് നമുക്കിപ്പോൾ എന്തും ചെയ്യാൻ കഴിവുണ്ടല്ലോ, നമുക്ക് അത്തരത്തിൽ ശാസ്ത്രം വളർന്നിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുണ്ടാകുന്ന ഒരു ഉൽപ്പന്നം അത് പബ്ലിക് സെക്ടറിലായിക്കോട്ടെ പ്രൈവറ്റിലായിക്കോട്ടെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ജൈവ വൈവിധ്യത്തിനും ഭീഷണിയാകാൻ സാധ്യതയുള്ളതാണെന്നുള്ളൊരു ഉണ്ടെങ്കിൽ അത് നമ്മൾ തൽക്കാലം വേണ്ടാന്ന് വയ്ക്കാം. നമുക്ക് പകരമുള്ളത് അതാണ് ഇപ്പം നടക്കുന്ന ഈ കാർഷിക ഇതിൽ ശാസ്ത്രത്തിലുള്ളൊരു പ്രധാന ന്യൂനത എന്ന് പറഞ്ഞാൽ ഈ നീഡ് അസസ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുകയോ നമ്മുടെ ജൈവ വൈവിധ്യത്തിൻ്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം 2014 സുപ്രീം കോടതി വിധി സർക്കാരിനോട് നയം രൂപീകരിക്കാനാണ് പറയുന്നത്, റെഗുലേഷൻസ് കൃത്യമായി നടപ്പിലാക്കാൻ. ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ സംഘടനകൾ മുഖ്യമായി ആവശ്യപ്പെടുന്നത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ പരീക്ഷണങ്ങളും അതിൻ്റെ മാർക്കറ്റ് നടപ്പിലാക്കാനാണോ, അതല്ല ജനിതക മാറ്റം വരുത്തിയ ഭക്ഷ്യവിളകൾ ഇന്ത്യക്ക് വേണ്ട എന്നുള്ളതാണോ? ഭക്ഷ്യവിളകൾ വേണ്ട എന്ന് തന്നെയാണ്, കൃത്യമായിട്ടും അത് തന്നെയാണ് പറയുന്നത്. അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നുള്ളത് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ കാർഷിക ജൈവ വൈവിധ്യവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം നമ്മുടെ മിക്കവാറും ഭക്ഷ്യവിളകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടായതോ അല്ലെങ്കിൽ അത്രയും വൈവിധ്യം ഉള്ളതോ ആണ് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് പാടില്ല. പിന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കൺസേൺസ് ആണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഭക്ഷ്യവിളകളിൽ നമ്മൾ ഒരിക്കലും, കാരണം BT കോട്ടൺ നമുക്കൊരു എക്സാമ്പിളായിട്ട് മുമ്പിലുണ്ട്, അതുകൊണ്ട് ഇത് വേണ്ട എന്ന് തന്നെയാണ്. മറ്റേത് ഇപ്പോൾ ഗവേഷണം നമുക്ക് നിരോധിക്കാനൊന്നും നമുക്ക് ആവശ്യപ്പെടാനുള്ള അത് കഴിയില്ല, സാഹചര്യമല്ല, അങ്ങനത്തെ സാഹചര്യമല്ല ലോകത്ത് തന്നെ. പക്ഷേ അപ്പോൾ അതിനകത്താണ് നമുക്ക് ഒരുപാട് റെഗുലേറ്ററി ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് വേണം. അതുപോലെ ജനങ്ങൾ സുതാര്യമായിരിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ചുള്ളത് നീഡ് അസസ്മെൻറ്റും പ്രിക്കോഷണറി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരുകൾ, ഒരു ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും ഒരു നയം രൂപീകരിക്കാനും കഴിയുമോ? സംസ്ഥാന സർക്കാരുകൾക്ക് ബുദ്ധിമുട്ടാണ് ഇത്, ബിക്കോസ് കേന്ദ്ര വിഷയം തന്നെയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർക്ക് എടുക്കാം, അവർക്ക് അഭിപ്രായം പറയാം. ഇപ്പോൾ കേരളം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ BT ബ്രിഞ്ചോൾ വന്ന സമയത്ത്, അതിനുള്ള പ്രപ്പോസൽ വന്ന സമയത്ത് കേരളം പറഞ്ഞു ഞങ്ങളിത് സ്വീകരിക്കുന്നില്ല. 2-3 കൺസേൺസിൻ്റെ പുറത്താണ്. ഒന്ന്, കേരളത്തിൻ്റെ ജൈവ വൈവിധ്യം അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നുള്ളതും, നമ്മുടെ ഇത്തരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക, അതിൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണ രൂപപ്പെട്ടില്ല എന്നുള്ളതും, കർഷകർ ഇതെങ്ങനെ BT കോട്ടൺ കർഷകർ അനുഭവിക്കുന്ന യാതനകൾ കണ്ടിട്ടുള്ളതിൻ്റെ പുറത്ത് ഇത് കർഷകർക്ക് ഏത് രീതിയിലാണ് ഇതിനെ കർഷകരെ ബാധിക്കുക എന്നുള്ളതും ഇതിൻ്റെ പുറത്താണെന്ന് ഒരു തീരുമാനത്തിലെത്തുന്നത്. അത് അതിനുശേഷം 13-14 സംസ്ഥാനങ്ങൾ അതേ പൊസിഷനിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കേന്ദ്രത്തിലാണ്, പക്ഷേ ഇതിൻ്റെ ഗവേഷണത്തിനുമൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും പിന്നെ ICAR-ഉം അതുപോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി, അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ അവിടെയാണ് എടുക്കുന്നത്. സ്റ്റേറ്റിന് അതിനകത്ത് അഭിപ്രായം പറയാനുള്ളത് മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ തീരുമാനിക്കുന്നതല്ല, അത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. എന്താണ് കർഷക സംഘടനകളുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട്?
കർഷക സംഘടനകളിൽ കൂടുതൽ മെജോറിറ്റിയും ഇത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ സുപ്രീം കോടതി വിധി ജൂലൈയിൽ വന്നതിന് ശേഷം രണ്ടിടത്ത് വെച്ചിട്ട് കർഷക സംഘടനകളുടെ ഒരു വലിയൊരു യോഗം ഉണ്ടായി. ഒന്ന് ചണ്ഡീഗഡിലായിരുന്നു, ഒന്ന് ഹൈദരാബാദിലും. രണ്ടിടത്തും അവർ മെമ്മറാണ്ടം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കിത് കർഷകർക്കിത് വേണ്ട എന്ന് തന്നെയാണ്. ജനിതകമാറ്റം വരുത്തിയ വിളകൾ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതെന്താണെന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഇത് മനുഷ്യരുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇതിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുള്ള ഇടപെടലും വളരെ പ്രധാനപ്പെട്ടതല്ലേ? ആ രീതിയിലുള്ള എന്തെങ്കിലും ക്യാമ്പയിൻ നടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് നടക്കുന്നത്. ഇപ്പോൾ BT ബ്രിഞ്ചാൾ വന്നപ്പോൾ ആദ്യത്തെ ഭക്ഷ്യവിള എന്നുള്ളതിൻ്റെ പുറത്ത് ഒരുപാട് സംഘടനകൾ, പ്രത്യേകിച്ചും കൺസ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫുഡ് സേഫ്റ്റി, ഇന്ത്യ ഫോർ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ചർച്ചയ്ക്ക് പങ്കെടുക്കുകയും കേന്ദ്ര സർക്കാരുമായിട്ടും സംസ്ഥാന സർക്കാരുകളുമായിട്ടും ഇത് പറ്റില്ല എന്നുള്ളതും ഇത് ഞങ്ങളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ ആരോഗ്യം തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വലിയ ക്യാമ്പയിൻ അവർ പങ്കെടുത്തിരുന്നു. അതുപോലെ മസ്റ്റേർഡ് വന്നപ്പോഴും. അപ്പോൾ ആ വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അവർ വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഭക്ഷണ രീതി തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പാക്ഡ് ഫുഡ് കഴിക്കുന്നത് ഇപ്പോഴും കുറവാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ വികസിത രാജ്യങ്ങളിൽ ലേബലിംഗ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ അവിടെ ജനറ്റിക്കലി മോഡിഫൈഡ് ആണോ എന്നുള്ളത് ലേബലിൽ കൊണ്ടുവരണം. പക്ഷേ നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വഴുതനങ്ങ എടുക്കുന്നു, അതിനെ ലേബൽ ചെയ്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലേബൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലേബൽ ചെയ്ത് നമുക്കും വരാം. പക്ഷെ അത് നടക്കില്ല അവിടെ. പിന്നെ മാത്രമല്ല ഇത് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു സമൂഹം വളരെ കുറച്ചേ ഉള്ളൂ ഇന്ത്യയിൽ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കീടനാശിനി ഉപയോഗിക്കുന്ന കർഷകർ എത്ര പേര് ലേബൽ വായിക്കുന്നുണ്ട്? അതുകൊണ്ട് തന്നെ മിസ്യൂസും ഓവർ യൂസും ഒക്കെ ധാരാളം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കൂട്ടിച്ചേരാൻ പാടില്ലാത്ത കളനാശിനിയും കീടനാശിനിയും ഫംഗിസൈഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് കർഷകർ അടിക്കുന്നുണ്ട്. അതിനൊരു കാരണം ആ ഒരു അറിവില്ലായ്മ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വികസിത രാജ്യങ്ങളിൽ അതല്ല. അതുകൊണ്ടാണ് യൂറോപ്പിലാണ് ഏറ്റവും ശക്തമായ കൺസ്യൂമർ മൂവ്മെന്റ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡിനെതിരെ വന്നത്. ഇതിപ്പം അർജന്റീന, ബ്രസീൽ പോലത്തെ രാജ്യങ്ങളിലും ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് അവിടെ വെച്ചാൽ കർഷകർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേരെ കൃഷി ചെയ്യുന്നവരുള്ളൂ. ഒരു അമേരിക്ക നോക്കുകയാണെങ്കിൽ 1% ആൾക്കാരായിരിക്കും. അവരിന് വലിയ മോണോകൾച്ചർ തോട്ടങ്ങളാണ് അവരുടെ. ഈ ഒരു അവിടെ ഒന്നും ജനജീവിതമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊരു കൃഷിയും അതും തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ നമ്മൾ അങ്ങനെയല്ല. ഇവിടെ കുറച്ച് കൃഷിയിടമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ആവറേജ് ലാൻഡ് ഹോൾഡിംഗ് സൈസ് എന്ന് പറഞ്ഞാൽ 1 ഹെക്ടറാണ് ഇന്ത്യയുടെ. കേരളത്തിൽ അത്ര പോലും ഇല്ല. അപ്പോൾ 1 ഹെക്ടറിനകത്ത് പലവിധ വിളകൾ ചെയ്തിട്ടായിരിക്കും കൃഷിക്കാർ നിലനിൽക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് പിന്നെ. അപ്പോൾ അതിനകത്ത് അവിടെ പറയുന്ന റെഗുലേറ്ററി കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ BT കോട്ടൺ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിത്തിൻ്റെ കൂടെ അവർ ശരിക്കും ബോർഡറിൽ നടാനുള്ള വിത്ത് വേറെ കൊടുക്കും. അതൊന്നും ഇവിടെ കർഷകർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അത്ര ലാൻഡേ ഉള്ളൂ. അപ്പം നമ്മുടെ കണ്ടീഷൻസ് ഇതിനകത്ത് അവർ എന്താ പറയുക പരിഗണിക്കുന്നതേ ഇല്ല. അതേപോലെ പ്രധാനപ്പെട്ടാണല്ലോ സ്വതന്ത്രമായ ഗവേഷണം നടക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഗവേഷണം നടക്കാൻ തീർച്ചയായും ഫണ്ടിങ് ആവശ്യമുണ്ട്. സർക്കാർ ഫണ്ടഡ് അല്ലാതെ സ്വകാര്യ ഫണ്ടിങ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനികളുടെ താല്പര്യങ്ങളായിരിക്കും അതിൽ മുൻപന്തി നിൽക്കുന്നുണ്ടാവുക. അത് ഒരുപക്ഷെ ഈ ബയോടെക് കമ്പനികളുടെ അമിതമായ ലാഭത്തിനു വേണ്ടിയും മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള താല്പര്യങ്ങളായിരിക്കില്ലേ ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഗവേഷണങ്ങൾക്ക് അവർക്ക് അത് ചോദിക്കാൻ കാരണം നമുക്ക് കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് തന്നെ നമുക്കറിയാം. യൂണിവേഴ്സിറ്റിയിൽ പോലും ഇപ്പോഴും ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങൾ വേണ്ട രീതി നടക്കുന്നില്ല. കർഷകരാണ് ഇവിടെ പലപ്പോഴും വയലിൽ പരീക്ഷിച്ചും അതിനാണെങ്കിൽ ശാസ്ത്രീയത എന്ന് പറയുന്ന ലേബിന് കൊടുക്കാനും കഴിയുന്നില്ല. ഇതേ പ്രശ്നം ഒരുപക്ഷെ ജനിതകമാറ്റം വരുത്തിയ വിളകളുടെ കാര്യത്തിൽ ഈ ഫണ്ടിങ് താല്പര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട തീർച്ചയായിട്ടും. അതിനെന്ന് വെച്ചാൽ ഫണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുടെ ധാരണ എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാണ്. അതല്ല. ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ വേറെ വലിയൊരു ശാസ്ത്രശാഖയാണ്. അതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അതിൻ്റെ ചെറിയ ഒരു വളർച്ച നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബയോ ഇൻപുട്സ് ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ പ്രോഡക്ട്സ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൂനെയിലൊക്കെ കുറേ ചെറിയ ചെറിയ കമ്പനികൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ പ്രൈവറ്റ് സെക്ടറിലുള്ള ചെറിയ സംരംഭങ്ങളാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലായി ഇപ്പോൾ മൈക്രോബയോളജി പഠിച്ചവർ അങ്ങനെയുള്ള ഒരു ചെറിയ സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം ഇതിനകത്ത് അത് കൃഷിയിൽ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരുപാട് ഇനോക്കുലൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതൊക്കെ ബയോടെക്നോളജിയാണ്. അപ്പോൾ അതിനകത്തേക്ക് പോലും ഫണ്ട് കുറവാണ്. മനസ്സിലായി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജൈവ കൃഷിയിൽ പോലും നമുക്ക് ബയോടെക്നോളജിക്ക് സാധ്യതകളുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ബയോ ഇൻപുട്സ് നമുക്ക് ആവശ്യമുണ്ട്.
അത് പ്രാദേശികമായിട്ടാണ്, അത് വലിയ മൈക്രോബ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ ബയോടെക്നോളജിയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിൽ ഇപ്പോൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഉടനെ ജനറ്റിക് എഞ്ചിനീയറിംഗ്. പക്ഷെ അതിനാണ് ഗവേഷണം, അതിനാണ് ഒരു വലിയൊരു ഇത് കൊടുക്കുന്നത് ആൾക്കാർ. അതാണ്. അപ്പൊ അതിനെന്താണ് ആ കുത്തക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിത്തിന്റെ പുറത്ത് നിയന്ത്രണം. ഇപ്പൊ നമ്മള് ഇപ്പോ പറയുന്ന ഇപ്പൊ ദേശീയ 5-6 കമ്പനികളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ ഭക്ഷണ മേഖലയിലേക്ക്, കാർഷിക ഭക്ഷ്യ മേഖലയിൽ എന്താ പറയുക, അവരുടെ ഇത് പിടിച്ചു നിൽക്കുന്നത്. അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ളവരൊക്കെ. ഈ 5-6 കമ്പനികൾക്കുടെ ഉദ്ദേശം കൃത്യമായിട്ടാണ് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ വിൽപ്പന നടക്കുന്ന ഒരു സാധനം ഭക്ഷണം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ പുറത്തുള്ള നിയന്ത്രണങ്ങൾ അവർ പല രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൊത്തം വാല്യൂ ചെയിനിൽ നിയന്ത്രണം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കീടനാശിനി ആയാലും വളമാണെങ്കിലും അതുപോലെ അതൊക്കെ കുറേ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ് വിത്തുകൾ. ഇപ്പോൾ നേരത്തെ അതാണ്, ഇപ്പോൾ കർഷകർക്ക് സ്വതന്ത്രമായി ഗവേഷണം ചെയ്യാനോ ഉള്ള ഒരു കഴിവ് പോലും വേണ്ടാത്ത രീതിയിൽ അവർ മാറ്റി. അവർ പണ്ടത്തെ കാലത്തുള്ള നിരീക്ഷണങ്ങളൊന്നും ഇപ്പോഴത്തെ കർഷകർ അത് കാരണം കൃഷിയിടത്തിൽ നടത്തുന്നില്ല. അതുകൊണ്ടാണ് അവർ ഒന്നും മനസ്സിലാക്കാതെയാണ് പലതും വാങ്ങി ഉപയോഗിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചില ആൾക്കാരുണ്ടാവും, എല്ലാ നാട്ടിലും കുറച്ച് പേര് ചിന്തിക്കുന്ന കർഷകരും ഉണ്ടാവില്ലെന്നല്ല. പക്ഷേ അത്തരത്തിലൊരു എന്താ പറയുക, അവർ കർഷകരെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു തരത്തിൽ. അതിൻ്റെ പുറത്ത് നമുക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മിസ്യൂസ് നടന്നു, ശാസ്ത്രജ്ഞർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശാസ്ത്രം മനുഷ്യരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ, ഒരു ടെക്നോളജി മനുഷ്യരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടാക്കുക? അതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അവിടെയാണ് മറ്റേതിനൊക്കെ കൂടുതൽ ഫോക്കസ് പോകുന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു അതേ ഒരു പ്രശ്നമാണ്. അതാണ് വിത്തിനെയും കൂടെ നിയന്ത്രിക്കാൻ പറ്റിയാൽ ഇത് ഈ മൊത്തം ചെയിൻ ഈ കമ്പനികൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത്, നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ കാര്യത്തിൽ അറിയാം, എപ്പോഴും അതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ഉൽപാദനം കൂട്ടാൻ വേണ്ടിയിട്ടും. പക്ഷേ ശാസ്ത്രത്തിന്റെ മുന്നേറ്റം എന്ന് വിശേഷിക്കപ്പെട്ട ആ ഒരു മുന്നേറ്റത്തിന് മറ്റു വശങ്ങൾ എങ്ങനെയാണത് കമ്പനികൾ, അത് വളക്കമ്പനികളായിക്കോട്ടെ, കീടനാശിനികളുടെ കമ്പനികളായിക്കോട്ടെ, അത് ഇന്ത്യയിലെ സാധാരണ കൃഷി രീതികളെ ഇല്ലാതാക്കിയ നമുക്ക് ഇന്നറിയാം. മാത്രമല്ല അത് പരിസ്ഥിതിക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു. പലപ്പോഴും ഈ ശാസ്ത്രീയതയുടെ പേരിൽ മറ്റ് സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങൾ കാണാതെ പോകുന്നത് ഒരു പക്ഷേ ഈ ജനിതകമാറ്റം വരുത്തിയ വിളകളുടെ കാര്യത്തിലും ആവർത്തിക്കാനുള്ളൊരു സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും. അത് ഓൾറെഡി ഇപ്പം നമുക്കറിയാലോ, ഒരർത്ഥത്തിൽ പല രാജ്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വലിയ വ്യാപകമായിട്ട് വളരാൻ പറ്റാത്തതിനൊരു കാരണം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കൺസ്യൂമേഴ്സ്, ഇപ്പോൾ യൂറോപ്പിലെ കൺസ്യൂമേഴ്സ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യൂറോപ്പിൽ വ്യാപകമായിട്ടുള്ള തിരിച്ചടി അതിന് നേരിട്ടു. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റ് വേണം അവരുടെ ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ത്യയാണ് അവർ കാണുന്നത്. ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ അവരുടെ ചോളം വാങ്ങാൻ, കാരണം ഇവിടുത്തെ ആൾക്കാർ, ഇപ്പോൾ നമുക്ക് ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ആവശ്യങ്ങളുണ്ട്. ഭക്ഷണം, മനുഷ്യൻ്റെ ഭക്ഷണം മാത്രമല്ല, ഇപ്പോൾ കോഴിത്തീറ്റ, കന്നുകാലിത്തീറ്റയിലൊക്കെ ചോളം ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ചീപ്പായിട്ട് വേണമെന്ന് ഇത് ഉണ്ടാക്കുന്ന ഇവിടുത്തെ കമ്പനികൾക്കും താല്പര്യമുണ്ട്. അപ്പോൾ അവരും ഇത് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ആവശ്യപ്പെടുന്നുണ്ട്. മനസ്സിലായി. പിന്നെ നമ്മൾ ബയോഫ്യൂവൽ, ഇപ്പോൾ ഏറ്റവും വലിയ അമേരിക്കയിലും അർജന്റീനയിലൊക്കെ ഉണ്ടാകുന്ന ചോളം കഴിക്കാൻ വേണ്ടിയിട്ടല്ല, കൂടുതൽ ബയോഫ്യൂവലിനാണ് പോകുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ഇതൊരു വലിയൊരു നമ്മളീ പറയുന്ന, നമ്മളിപ്പോൾ ഒരു വശത്ത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, പോവർട്ടിയെക്കുറിച്ച്, ഹങ്കറിനെ കുറിച്ചൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഇത്രയും അധികം എന്താ പറയുക റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു, എന്തിനാണ് പോകുന്നത് എന്നുള്ളൊരു വലിയൊരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മളിതിനെ മനസ്സിലാക്കാനായിട്ട്. ഇത് ചെറിയൊരു ഒരാളുടെ ശാസ്ത്രജ്ഞനെ ചോദ്യം ചെയ്യുന്നൊരു വിഷയമല്ല. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മൾ ഇന്ന് വലിയൊരു ലോകത്ത് തന്നെ, ഇപ്പോൾ FAO പോലും, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയും ചർച്ച നടക്കുന്ന അഗ്രോ ഇക്കോളജി എന്നുള്ളൊരു, അതായത് ഡെമോക്രാറ്റൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് കർഷകരെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള ഒരു ഗവേഷണത്തിൻ്റെയും അതിലൂടെയുള്ളൊരു വികസനത്തിൻ്റെയും ആവശ്യം വരുന്നത്. നമ്മളിപ്പോൾ കേരളത്തിൽ നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്തിനാണ് നമ്മൾ ഇത്രയും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത്? നമുക്ക് എന്നുവെച്ചാൽ ജനങ്ങൾക്ക് അറിവുണ്ടാവണം. അപ്പോൾ ഒരു ശാസ്ത്രം ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന ജനങ്ങൾക്കും അറിവുണ്ടായില്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. അപ്പം എന്താ സംഭവിക്കുക? അതിൻ്റെ ഗുണങ്ങൾ കുറച്ച് പേർക്ക് കിട്ടും, ദോഷം കൂടുതൽ പേർക്കും കിട്ടും. അപ്പോൾ അവിടെയാണ് കാർഷിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു അപ്ലൈഡ് സയൻസാണ്. അതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് കർഷകർ ആണെങ്കിലും പ്രൈമറിയിലാണെങ്കിലും എല്ലാവരും അതിൻ്റെ ഉപഭോക്താക്കളാണ് അല്ലേ? ഭക്ഷണം കഴിക്കുന്ന ഏതൊരാളും അതിൻ്റെ ഉപഭോക്താവ് തന്നെയാണ്. അപ്പോൾ അവർ മുഴുവൻ ഇതിൻ്റെ ഒരു ഇതിനകത്തൊരു സാധ്യതയുമുണ്ട്.
ഇപ്പം എന്നൊക്കെ പോലുള്ള ഞാനൊക്കെ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതും കേരളത്തിനായാലും ഇന്ത്യക്കാണെങ്കിലും കാർഷിക മേഖലയിൽ ഒരു അഗ്രോ ഇക്കോളജിക്കൽ ഒരു അപ്രോച്ചിൽ നമ്മളൊരു വികസനത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് തൊഴിൽ സാധ്യത വരെയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ബയോടെക്നോളജി ഇതൊക്കെ നമുക്ക് ഇതിനെ യോജിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. വിത്ത് വലിയ ഒരുപാട് അറിവ് വേണ്ട ഒരു ശാസ്ത്രമാണ് വിത്തിൻ്റെ ശാസ്ത്രം. അങ്ങനെയുള്ള ആളുകൾക്ക് ചെറുകിട അത്തരത്തിലുള്ള ഒരുപാട് ആയിരക്കണക്കിന് സംരംഭങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാർഷിക മേഖലയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അത് ഇന്നത്തെ കാലത്തിന് യോജിച്ചതുമാണ്. ഇപ്പം നമ്മളൊരു 50 വർഷം മുമ്പുള്ള ഒരു അവസ്ഥയല്ല ഇന്ന്. നമുക്കൊരർത്ഥത്തിൽ അറിവ് കൂടിയിട്ടുണ്ട്, ടെക്നോളജി സാങ്കേതികവിദ്യ വളർന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഡിജിറ്റൽ. അതൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണ് അതിനെ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിട്ടും കൃത്യമായിട്ടും ഉപയോഗിക്കാൻ പഠിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയും? അതാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമാണ് മറ്റേ രീതിയിലേക്ക് നമ്മൾ സെൻട്രലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പല ചോയ്സസ് നഷ്ടപ്പെടും. നമുക്ക് പല ചോയ്സ് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, വൈവിധ്യം നഷ്ടപ്പെടും. ഇപ്പോൾ വൈവിധ്യത്തിലാണ് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൽ ഇത്രയും അധികം ജനസംഖ്യയെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് നമുക്ക് വൈവിധ്യം കൊണ്ടാണ്. അത് ജൈവ വൈവിധ്യം മാത്രമല്ല, സാംസ്കാരിക വൈവിധ്യമായാലും സാമൂഹ്യപരമായിട്ടുള്ള വൈവിധ്യമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ ഒരു പങ്കിടലിലാണ് നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയുക. അതിനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ ഗവേഷണവും അതിലേക്ക് വരണം. മാത്രമല്ല കർഷകരെ നമ്മൾ ഈ പാർട്ട്നേഴ്സായിട്ട് കാണണം, ബെനിഫിഷ്യറീസ് ആയിട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വാലിറ്റിയെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുന്ന സമൂഹമാണ് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ നമുക്ക് എന്തുകൊണ്ട് അവരുടെ അറിവിനെയും കൂടെ നമുക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അതാണ് അഗ്രോ ഇക്കോളജിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് അത് ബോട്ടം അപ്പ് അപ്രോച്ചാണ് അത്. അപ്പം അതിനൊക്കെ നമുക്ക് സമയം കൊടുക്കേണ്ട സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മളെപ്പോലുള്ളവർ പറയുന്ന GM എന്ന് പറഞ്ഞൊരു ഡിസ്ട്രാക്ഷനാണ്. ഇപ്പം നമ്മുടെ സമയം പോലെ എത്രയാണ് അതിനു വേണ്ടി ചർച്ച ചെയ്യാനും പോകുന്നത്. അതേസമയം നമ്മൾ ഇത്രയും ചിന്തിക്കുന്ന കഴിവുള്ള ശാസ്ത്ര സമൂഹം അടക്കം മറ്റേ ഇതിലേക്ക് വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. ഇത് ഒറ്റത് 5-10 വർഷം കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു 20-30 വർഷത്തിനപ്പുറത്തേക്ക് നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഭക്ഷ്യസുരക്ഷ, ജൈവസുരക്ഷ നമ്മൾ ആഗ്രഹിക്കണമല്ലോ. അതിലേക്ക് വേണം നമ്മൾ അതൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രാജുവൽ ആയിരിക്കും, ഓവർനൈറ്റ് നമുക്ക് എല്ലാം ഒന്നും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഉടനെ വളം എല്ലാം കളയാൻ പറ്റില്ല. പക്ഷേ അതിലെന്ന് വെച്ചാൽ കർഷകരെ പെട്ടെന്ന് മാറ്റാനും കഴിയില്ല. അവരും സ്റ്റക്കാണ് പല ആശയങ്ങളിലും. അപ്പോൾ അവരെ മാറ്റണമെങ്കിൽ അത്രയും സപ്പോർട്ട് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഗ്രീൻ റെവല്യൂഷൻ്റെ സമയത്ത് അത് കൊടുത്തത് കൊണ്ടാണ് അന്നത് വളർന്നത്. ഇന്ന് ഈ ട്രാൻസിഷൻ, ഈ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ സപ്പോർട്ട് എല്ലാവരും ചേർന്ന് കൊടുത്താൽ, അത് പോളിസി വേണം, ശാസ്ത്രജ്ഞർ വേണം. ശാസ്ത്രജ്ഞൻ എന്ന് പറയുമ്പോൾ കാർഷിക ശാസ്ത്രജ്ഞൻ മാത്രം പോരാ. ഇനി അതിനകത്ത് പരിസ്ഥിതി, അതുപോലെ എഞ്ചിനീയർമാരടക്കം വേണ്ടി വരും അതിനകത്ത്. ഇറിഗേഷൻ, സിവിൽ എഞ്ചിനീയേഴ്സ്, അവർക്കൊക്കെ ഈ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. ആ കാഴ്ചപ്പാട് ഒരുമിച്ച് വളർന്നു വരുമ്പോഴാണ് അത് കളക്റ്റീവായിട്ട്, ഇപ്പോൾ കൊളാബറേറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ച്. അതിനകത്ത് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വേണം. ആ ഒരു പുതിയൊരു ഡിസൈനിങ്ങിലേക്കാണ് ശരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വേണമെങ്കിൽ, ഞാനതായിട്ട് പറയില്ല, ലോകത്തിന് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്കും വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നൊരു രാജ്യമായിട്ട് ഇന്ത്യക്ക് വേണമെങ്കിൽ വളരാൻ കഴിയും. കേരളത്തിനും ഒരുപാട് സാധ്യതകളുണ്ട് അത്തരത്തിൽ. കുത്തക കമ്പനികളുടെ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കാതെ മനുഷ്യരുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യവും നിലനിൽപ്പും പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ശരിയായൊരു നയം രൂപീകരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒരുപാട് നന്ദി.